ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നമ്മൾ കുക്കറിൽ കറി വെക്കുന്ന സമയത്ത് കറി പുറത്തേക്ക് തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ പുറത്തേക്ക് തെറിച്ച് പോവില്ല. അടുത്തതായിട്ട് വേറൊരു ടിപ്സാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിട്ട് നമ്മൾ ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഞാനിട്ടിട്ട് കുഴച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുളകളൊക്കെ ആക്കി റെഡി ആയതിന് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് പരത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ടൈം നമ്മൾക്ക് ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ സഹായിക്കും. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ടിപ്സ് നോക്കാം. ഞാൻ ഇതുപോലെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുള്ളൊരു പാത്രമാണിത്. ഇതിലേക്ക് ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഈ ഒരു പാത്രത്തിലേക്ക് ഉറുമ്പൊന്നും കയറൂല. അടുത്തതായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടല ചെറുപയറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ചെറുപയർ കടല ഗ്രീൻ പീസൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബൗളിലേക്ക് നമുക്കിതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാണികളൊന്നും കയറൂല. ചെറിയ പുഴുക്കളൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. എത്രയും നമ്മൾക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഗ്രീൻ പീസിൻ്റെ ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാനിടുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കാറുണ്ട്. അപ്പം നമ്മൾ വലിച്ച് ഊരിയിട്ടൊക്കെയാണ് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇത് എടുക്കാറുള്ളത്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് കവറുകളുണ്ടല്ലോ, അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു 2-3 കവറ് നമ്മൾ ആ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിണയുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടിപ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.